ഇതിപ്പോൾ പാകമായിട്ടുണ്ട്, എടുക്കാൻ പാകമായിട്ട്. ഇത് നാളെ രാവിലെ എടുക്കാനുള്ളതാണ്. ഓ. രാത്രി ലൈറ്റ്, ഒരു മഞ്ഞ ലൈറ്റുണ്ട്. ആ. ആ ലൈറ്റ് കത്തും. ആ. കത്തുന്നുണ്ടെങ്കിൽ കീടങ്ങൾ മുടി. പി.എച്ച് മൂല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കക്ക വാങ്ങിച്ചിട്ട് അത് നീട്ടി കക്കാപ്പൊടി ചേറും. എന്നിട്ട് അതിനുശേഷം കുക്കുംബർ ഇത് ആർക്കയാണല്ലേ? ഇത് വെള്ളയാണോ? വെള്ള ആർക്കയാണല്ലേ? അപ്പൊ പുറത്തത് അക്കത്ത് 404. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ വള്ളികുന്നം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2019 സംസ്ഥാന സർക്കാർ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ആദരിച്ച രത്നാകരൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ്. 4.5 ഏക്കറിൽ അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. 1.5 ഏക്കറിൽ പടവലം, പാവൽ, സലാഡ്, വെള്ളരി എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃഷി കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതുപോലെ കൃഷി വളരെ ലാഭകരമായി എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ പൊടിക്കൈകൾ അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. കർഷകന് എങ്ങനെ ആദായത്തിൽ കൃഷി ചെയ്യാമെന്ന് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക്, കൃഷി കാഴ്ചകളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ നമുക്ക് നേരിട്ട് ആ കാഴ്ചകൾ കാണാം. നമുക്ക് നടാൻ പറ്റിയ മികച്ച ഒരു ഇനം ഏതിനാണ് പാവല്? ഏറ്റവും മികച്ച ഇതാ പ്രിയങ്കയാണ്. പ്രിയങ്കയ്ക്ക് നല്ല വിളവ് കിട്ടും. നല്ല വിളവ് കിട്ടുന്നുണ്ട്. നല്ല ഷേപ്പാണ്, നല്ല മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് വരുന്ന ഏറ്റവും പ്രധാന രോഗം മുരടിപ്പോ. അതിനെന്തെങ്കിലും നേരത്തെ ഒബ്രോണൊക്കെ കൊടുക്കുമ്പോൾ മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒബ്രോണിലൊന്നും മാറുന്നില്ലല്ലോ. കാലാവസ്ഥ മാറിയതിനു ശേഷം അതിൻ്റെതായിട്ടുള്ള രോഗങ്ങളാണിപ്പോൾ. ചേട്ടൻ ഇതിലൊന്നും മഞ്ഞളിപ്പോ ഇതൊന്നും കുമ്പിള് കുത്തുക അതുപോലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇത് നമ്മള് അടി നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് ഈച്ചക്കണി കൊടുക്കും. പിന്നെ ജൈവ കീടനാശിനി അടിക്കും. ജൈവ കീടനാശിനി കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ? എന്ത്? കാന്താരി സ്പ്രേ തന്നെ. കാന്താരിയും വെളുത്തുള്ളിയും കൂടെ നല്ല പോലെ ഇല്ലേ? ഇതിപ്പോ എത്ര സ്ഥലത്ത് ഈ പിന്നെ പാവയ്ക്ക കൃഷിയുണ്ട്? പാവല്, കുക്കുംബറും പയറും എല്ലാം കൂടെ ചേർന്ന് 1.5 ഏക്കർ സ്ഥലം. 1.5 ഏക്കർ. ഈ പാവല് തന്നെ ഒരു എത്ര മൂട് കാണും ഉദ്ദേശം? 350 മൂട് കാണും. 350 മൂടുണ്ട്. പ്രിയങ്ക നല്ല ഇനം അല്ലേ? ഇതുപോലെ നല്ല നീളം അല്ലേ? ഒരു കായ എത്ര ഗ്രാം വരും ഉദ്ദേശം? 1 ഗ്രാം വലിയ മുഴുപ്പുള്ള കായാണെങ്കിൽ 300 ഗ്രാം വരെയൊക്കെ വരും. 300 വരും. എന്നാലും ആവറേജ് ഒരു 200 ഗ്രാം 220 ഗ്രാം ഒക്കെ വരും. ഇതിന് വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ പുഴുക്കുത്ത് വരത്തില്ലേ? പുഴുക്കുത്തുണ്ടാവും. പിന്നെ നമ്മള് ഈ 100 കാ വീണാൽ നമുക്ക് 100 കിട്ടില്ല. ചിലപ്പോൾ അതിനകത്ത് എങ്ങനെയാലും ഒരു 20% നമുക്ക് വേസ്റ്റ് ആയിട്ട് മാറും. മൊത്തം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. ഈ ചെറിയ പ്രായത്തില്ലേ പിന്നെ ഇങ്ങനെ വരുമ്പോ ചെറിയ പ്രായത്തിലല്ലേ ഈച്ച കുത്തുന്നത്? അതിനെ തടയാനാണ് ഈച്ചക്കണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഈച്ചക്കണി നല്ല കിട്ടും. നല്ല ഉണക്ക് വീഴും. ഈച്ചക്കണി എന്ന് പറയുന്നത് നമ്മുടെ കൂടുതൽ സ്ഥലം കൃഷി ചെയ്യുമ്പോഴേ അധികം ഈച്ചക്കണി വെക്കാൻ പറ്റും നമുക്ക്. ചെറിയ സ്ഥലമുള്ളപ്പോൾ പിന്നെ ഈ പുറത്തുനിന്നുള്ള ഈച്ചകളെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് ശല്യമായിട്ട് മാറും. പക്ഷെ തോന്നെ സ്ഥലത്ത് കൃഷിയുള്ളപ്പോൾ നമുക്ക് ഈച്ചക്കണി വെക്കാം. നല്ലത് തന്നെ. മറ്റ് സസ്യങ്ങളൊക്കെ അതിലെ ഇല പെട്ടെന്ന് ഇതിന്റെ മഞ്ഞളിക്കും. അപ്പൊ ഈ കണ്ടില്ലേ, മഴ കൂടിയതിന്റെ എല്ലാം ഈ ഇല ഇങ്ങനെ മഞ്ഞളിച്ച് കിടക്കുന്നത്. വേനൽക്കാലത്ത് ഇത്ര ഇല മഞ്ഞളിക്കത്തില്ല പെട്ടെന്ന്. മഴക്കാലത്താണ് ഇല മഞ്ഞളിക്കുന്നത്. പിന്നെ നമുക്കിപ്പോ എന്താ വില കിട്ടും ഒരു കിലോയ്ക്ക്? ഇപ്പൊ 100 രൂപ അടുത്തുണ്ട്. 100 രൂപ അടുത്തുണ്ടല്ലേ? എങ്ങനെയാ ഇതിന്റെ വിളവെടുപ്പ്? എത്ര സമയം വിളവെടുപ്പ്? ഇത് 3 മാസം. അരി ഇട്ട് 3 മാസം കൊണ്ട് ഇതിന്റെ വിളവെടുപ്പ് തീരും. 1.5 മാസം ആകുമ്പോൾ തൊട്ട് വിളവെടുക്കാൻ തുടങ്ങും. 1.5 മാസം നമുക്ക് വിളവെടുക്കാം. അങ്ങനെ 3 മാസം രണ്ട്. ഈ പന്തലിൽ കയറി കഴിഞ്ഞ് എത്ര നാൾ വേണം പന്തലിൽ കയറി വിളവ് എടുക്കാൻ? ആദ്യം 1.5 മാസം ആകും. 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് വിളവെടുത്ത് തുടങ്ങും. 1.5 മാസം. എന്തായാലും പയറ് ഒക്കെ 40 ദിവസം കഴിയുമ്പോൾ എടുക്കാം. പക്ഷേ ഇത് 1.5 മാസം കഴിയണം. അപ്പൊ പിന്നെ ആദ്യത്തെ വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ എത്ര ദിവസം കഴിഞ്ഞ് അടുത്ത വിളവെടുപ്പ് എടുക്കാൻ പറ്റും? 3 ദിവസം ഒരിക്കലും എടുക്കാം. 3 ദിവസം ഒരിക്കലും ദിവസം വേണമെങ്കിലും എടുക്കാം. 3 ദിവസം ഒരിക്കലും എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മള് കായ ആകുന്ന നോക്കി എല്ലാം എടുക്കുന്നത്. ഈ കായ ഇത് പൊട്ടിക്കാൻ പ്രായമായെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന്റെ മുള്ളു കൊണ്ട് നമുക്ക് അറിയാം. മുള്ളു നിരക്കൂല്ലേ? നിരക്കല്ല, ഇതേമാതിരി വീർത്ത് കൂർപ്പിച്ച് വരുമല്ലോ. ഇപ്പൊ തന്നെ ഇത് തന്നെ കണ്ടില്ലേ? ഇതിപ്പോ പാകമായിട്ടുണ്ട്, എടുക്കാൻ പാകമായിട്ട്. ഇത് നാളെ രാവിലെ എടുക്കാനുള്ളതാണ്. ഇങ്ങനെ ഇരിക്കും അല്ലേ? നമ്മൾ ഈ നമ്മുടെ ഇത് തന്നെ അരി എടുക്കാറുണ്ടോ അതോ
ഇതിന്റെ തന്നെ വേണമെങ്കിലും എടുക്കാം. ആ. ഞാൻ കൂടുതലും വാങ്ങിക്കുന്ന ഇവിടെ കായംകുളം ഗവേഷണത്തിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ആ. അവിടെ അവർ നല്ല കറക്റ്റായിട്ട് ആ. എടുത്തു തരും അത്. പിന്നെ ചില സമയങ്ങളിൽ കിട്ടില്ല, ആ. എന്നാലും ശരി കിട്ടാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇതിന് എത്ര പ്രാവശ്യം വെള്ളം കൊടുക്കുന്നുണ്ട്? ഇതിന് 2 വട്ടം കൊടുക്കും. 2 വട്ടം ചെയ്യണം അല്ലേ? ഉം. ഈ കുക്കുംബർ കൃഷി വളരെ ആദായകരമാണ് അല്ലേ? എല്ലാം ആദായമുള്ള കൃഷിയാണ്. ആ. പെട്ടെന്ന് 1 മാസം കൊണ്ട് വിളവ് കിട്ടും അല്ലേ? വിത്തിട്ട് കഴിഞ്ഞ് 3 മാസം കൊണ്ട് ഇതിന്റെ തീരും. 3 മാസത്തിനുള്ളിൽ വിളവെടുത്ത് തീരും. വിളവെടുത്ത് തീരും. അപ്പം ഒരു കർഷകർക്ക് പെട്ടെന്ന് ചെയ്യാനും ലാഭമുള്ളതുമാണ് ഇതില്ലേ? ലാഭമുള്ള ഒരു കൃഷിയാണ്. അതുപോലെ തന്നെ ആരോഗ്യവും ഇല്ലേ? അതെ. ഇതിപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. ഘടകമായി ഇപ്പൊ. ചേട്ടൻ ഇവിടെ മൾച്ചിങ് സിസ്റ്റത്തിലാണല്ലോ കൃഷി. കൂടുതലും മൾച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് അടിസ്ഥാന വളവ്, പിന്നെ pH മൂല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതെല്ലാം എന്താ ചെയ്യുന്നത്? pH മൂല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കക്ക വാങ്ങിച്ചിട്ട് അത് നീട്ടി കക്കാപ്പൊടി ചേറും. എന്നിട്ട് അതിനുശേഷം അടിസ്ഥാന വളങ്ങൾ കൂടുതൽ ചാണകപ്പൊടി, കോഴിവളം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് പോസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫാക്ടോഫോസ് മിക്സ് ചെയ്യും. ഇത്രയും വളങ്ങൾ ചേർത്ത് മണ്ണ് നല്ലോണം ഇളക്കും. മിക്സ് ചെയ്തിട്ട് പിന്നെ ബെഡ് മൂടി കൂനിയാക്കിയതിന് ശേഷം ഗ്രാവലും എല്ലാം മാറ്റി പിന്നെ ഷീറ്റ് ഇടും. ആ മൾച്ചിങ് ഷീറ്റിനകത്ത് ഇടയ്ക്ക് ഒരു 2.5 അടി വ്യത്യാസത്തിൽ ഹോൾ ഇട്ടിട്ട് അതിലേക്ക് തന്നെ പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് ആ ഹോളിനകത്തിട്ട് ആ ഹോളിൽ തന്നെയാണ് പിന്നെ വിത്തിടുന്നത് മണ്ടയ്ക്ക്. ഇത് കൊഴിഞ്ഞു പോകുന്നു എന്നൊരു പറയുന്നുണ്ടല്ലോ ചില. കായ കൊഴിച്ചിൽ നമ്മൾ ബോറോൺ കൊടുക്കുന്നത് നല്ലതാ. ബോറോണിന്റെ അഭാവം മൂലമാണോ അത്? അങ്ങനെ കാ പൂക്കുന്നതിനും ബോറോൺ നല്ലതാ. ബോറോൺ ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ അതിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്, കാക കൊഴിച്ചിൽ വരുന്നത്. അപ്പൊ ഈ മൾച്ചിങ് സിസ്റ്റം ആവുമ്പോഴേ ആ. ഇടയ്ക്ക് ഇതിന് മിനറൽസും അതുപോലുള്ള വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഉണ്ട്. അതിന് എന്ത് രീതി അവലംബിക്കുന്നത്? അത് നമ്മൾ ഈ വെള്ളത്തിന്റെ കൂടെ തന്നെ നമുക്ക് ഏത് വളം ഇതിനകത്ത് കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടും, അവർ പറയും. ഈ ട്രിപ്പിംഗ് ഇതിന്റെ ചൂടി കൊടുക്കുന്നതിനോടൊപ്പം കൊടുക്കും അല്ലേ? ട്രിപ്പ് വളത്തിനകത്ത് നമ്മൾ ചവിട്ടി നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണ്ടല്ലോ. വെള്ളത്തിന്റെ കൂടെ തന്നെ ഇത് കയറ്റി വിടാൻ പറ്റുന്നതാണ്. അങ്ങനെ അല്ലേ? അതുപോലെ ഈ ചെടികൾ തമ്മിലേ എത്ര അകലത്തിലാണ് നട്ടിരിക്കുന്നത്? ഇത് 2.5 അടി അകലം. ഒരു ചെടിയും തമ്മിലുള്ള അല്ലേ? 2.5 അടി അകലമാണല്ലേ? 2.5 അടി അകലം. 1.5 മീറ്റർ വീതിയിലാണ് മൾച്ചിങ് കൂരിയേക്കുന്നത്. ഒരു ബെഡിൽ നിന്ന് മറ്റൊരു ബെഡിലേക്കുള്ള അകലം ഇങ്ങനെയുള്ള വീതി അല്ലേ? വീതി എത്രയാണ്? 1.5 മീറ്റർ. 1.5 മീറ്റർ. എന്നാ ശരിക്കും ചെടികൾക്ക് സൂര്യപ്രകാശം ലഭിച്ചെങ്കിലേ കായ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിന്റെ പന്തലിടുന്ന രീതിയൊക്കെ പന്തല് സ്ട്രോങ് പന്തലാണോ മറ്റുള്ളതിന് പോലെ, അതോ? സ്ട്രോങ് പന്തല. ഇതിപ്പോ 3 വർഷം കഴിഞ്ഞ പന്തല. നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 5 വർഷം കുറയാതെ 5 വർഷം ഉപയോഗിക്കാം. 5 വർഷം ഉപയോഗിക്കാം. പിന്നെ സ്റ്റേ വലിച്ചു കിട്ടുന്ന കയറ് എല്ലാ വർഷം മാറും. കാരണം സൂര്യപ്രകാശത്ത് പൊടിഞ്ഞു പോകുന്ന സാധനമാണല്ലോ കയറ്. പിന്നെ അല്ലാതെ പൈപ്പാണ്, തൂണിന് പകരം പൈപ്പാണ് കൂടുതൽ ഇപ്പം. തൂണ് പൈപ്പുകളാണ്. അതൊക്കെ വർഷങ്ങളോളം കിടക്കുന്ന സാധനങ്ങളാണ്. സ്ഥിരം പന്തല് ഇട്ട് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു പ്രാവശ്യം ഒരു 5 വർഷം പന്തല് നിൽക്കുന്ന വെച്ചാൽ നല്ല ലാഭമുള്ള കാര്യമല്ല. ഈച്ചയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ അതിന് ഈച്ചക്കെണി ഉണ്ടോ? ഈച്ചക്കെണി ഉണ്ട്. ഈച്ചക്കെണി നേരത്തെ എനിക്ക് സോളാറിന്റെ കെണി ഉണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടുന്നില്ല. സോളാർ കെണി വളരെ നല്ലതാ. അതിലെങ്ങനെ ഈച്ചയെ ആകർഷിക്കാനുള്ളതാണ് ഈ ഈച്ചക്കെണി എന്ന് പറഞ്ഞത്? സോളാർ കെണി എന്ന് വെച്ചാൽ രാത്രി ലൈറ്റ്, ഒരു മഞ്ഞ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തും. കത്തുന്നുണ്ടെങ്കിൽ കീടങ്ങൾ മുഴുവനും അടിഭാഗത്ത് ഒരു പ്ലേറ്റ് മാതിരിയുള്ള വെള്ളമായിരുന്നു. അതില് ചത്തുപോകും വീണ്. അതിൽ വീഴുമ്പോൾ വെള്ളത്തിൽ നിന്ന് പിന്നെ പറക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ? പിന്നെ അല്ലാതെ കെണി, മരുന്നിന്റെ കെണിയുണ്ടല്ലോ, ആ കെണിയുണ്ട്, അപ്പുറത്തിട്ടിട്ടുണ്ടത്. ജൈവ കീടനാശിനി ഒന്ന് കെണി വെക്കുന്നുണ്ട്. അല്ലാതെ ഈ ജൈവ കീടനാശിനി എന്ന് പറയുന്നത് വെളുത്തുള്ളി, തുളസിയില, പിന്നെ കാന്താരി, ഇത് നല്ലോണം മിക്സിയിൽ അരച്ചിട്ട് അതിന്റെ നീരെടുത്ത് വെള്ളത്തിനകത്ത് വെച്ച് സ്പ്രേ ചെയ്യും. കാന്താരി പ്രയോഗം നല്ലതാണ് ഈച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു മരുന്ന്. ഇത് ഏതിനം ആണ് ഇത് കുക്കുംബർ? ഇത് ആർക്കയാണല്ലേ? ഇത് വെള്ളയാണോ? വെള്ള ആർക്കയാണല്ലേ? അപ്പുറത്തത് അപ്പുറത്ത് 404. അത് നമുക്ക് കാണാം. ഇത് എവിടെ, വിപണിയിലാണോ കൊടുക്കുന്നത്?
ഹോൾസെയിൽ കടയിൽ കൊടുക്കും, വിപണിയിലും കൊടുക്കും, മറ്റു കടകളിലും കൊടുക്കും. ഈ കുക്കുംബറേ ചിലർ പറഞ്ഞേക്കാം കഴിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. കഴിക്കും, ചില സമയങ്ങളിൽ കഴിക്കും. അതിനെന്തെങ്കിലും വെള്ളം കുറയുന്നതുകൊണ്ടാണോ? അങ്ങനല്ല, അതറിയത്തില്ല. ചില ഇനത്തിന്റെ ഉണ്ട്, ഇനത്തിന്റെ ആയാലും നാംതാരി ആയാലും ചില കാലാവസ്ഥയിലാണ് കഴിക്കുന്നത്. ചില കാലാവസ്ഥയിൽ കഴിക്കൂല്ലേ? കഴിക്കും. അതിനൊരു പ്രതിവിധി എന്ന് പറയുന്ന അങ്ങനെ അത് പ്രതിവിധി അങ്ങനെ ആരും പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കൃഷി രീതി എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു കർഷകർക്ക് ഇതുപോലെ കുക്കുംബറോ അല്ലെങ്കിൽ പാവലോ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ലേ, ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലേ? 2019. അത് വളരെ നല്ല കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും അറിവുകൾ പങ്കുവച്ചതിന് വളരെ നന്ദി.